അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹണി റോസിൻ്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്, റേച്ചൽ. ഇതിന് ടീസർ ഇറങ്ങിയിട്ട് കുറച്ചധികം നാളായി അല്ലേ? അതെ. ഇപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. കണ്ടിട്ടില്ലെന്തോ. അപ്പോൾ എബ്രിഡ് ഷൈനാണ് ഇതിൻ്റെ കോ റൈറ്ററും പിന്നെ പ്രൊഡക്ഷൻ. സോ അതിൻ്റെ ട്രെയിലറാണ് വന്നിരിക്കുന്നത്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ബാബുരാജ് ബാദുക്ക ജോയ് പുള്ളിയുടെ മകളാണ്. മ്യൂസിക് പെട്ടെന്ന് ഷിഫ്റ്റ് ആയല്ലോ. കള്ളവാറ്റ്. വരുൺ സാർ അതെ. ചന്തു എല്ലാവരും ഉണ്ടല്ലോ. അപ്പൻ്റെ നെഞ്ചത്ത് അനന്തിനി ബാല. അതെന്തോ സാധനം? അതിൻ്റെ സംഭവം പോത്തായിരുന്നു. കണ്ണു കളങ്ങിയതാണ്. ഡിസംബർ 6 ഇതിനകത്തും വരുൺ പ്രഭാകർ മരിക്കുമോ? കൊന്ന് കുഴിച്ചിട്ടിട്ട് പ്രതികാരം കിട്ടുന്നാന്ന് തോന്നുന്നു. അതെ അതെ. ആനപ്പക പോലെ ഒന്നാണ്. അതായത് രക്തം തെറിക്ക മറ്റേ ഒരു ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ആ മ്യൂസിക് ചേഞ്ച് വന്നപ്പോൾ ഒരു ഇച്ചിരി മറ്റേ ഈ പക എലമെൻറ്റും വേട്ട ആ എലമെൻ്റല്ലേ, അത് രസമായിരിക്കും. പിന്നെ ഇപ്പുറത്തെ ഈ ലവ് സ്റ്റോറി വരുമ്പോൾ അത് തുടക്കം നമുക്ക് കുറച്ച് കല്ലടി ആയിരിക്കും ആ സാധനമൊക്കെ, ഇവരുടെ സീക്വൻസ് ചിലപ്പം. സംഭവം ഒരു പിരീഡ് പരിപാടി ഒന്നുമില്ല, കുറച്ച് പഴയ കാലഘട്ടം കാണിക്കുന്നതെന്ന്. ആ ബാബുരാജിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ തോന്നി? ബാബുരാജിൻ്റെ മോളായിട്ടാണോ? ജോയിയുടെ മകൾ റേച്ചൽ. ഹൈ റേഞ്ച് കൂടമാണ്. ഹൈ റേഞ്ചോ? ഹൈ റേഞ്ച് കിടക്കുന്ന അതല്ലേ? അല്ല, ചില വിഷ്വൽസിൽ അത്ര ഹൈ റേഞ്ച് ആയിട്ട് തോന്നിയില്ല. മറ്റേ പുള്ളി പാലായിൽ നിന്നെന്തോ കേസുണ്ടാക്കി അവിടുന്ന് മാറി വന്നെന്നല്ലേ പറയുന്നത്. കാടും മേടും ഒക്കെ അല്ലേ, അതൊക്കെ അറിയാമല്ലോ. അത് മറ്റേ സാധനമായിട്ട് വരും. ട്രെയിലർ തിര നിറച്ചടിക്കുന്ന തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് മൊത്തത്തിൽ. ഇതിൻ്റെ ടീച്ചറിനേക്കാൾ ബെറ്റർ ആണത് തോന്നുന്നു. ടീച്ചറിനകത്ത് പ്രത്യേകിച്ച് വലിയ സംഭവമില്ല, ഒരു പടം മൂടായി. അതെ അതെ. അത് കുറച്ചധികം സമയം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എബ്രിഷനൊക്കെ കൈവച്ചുകൊണ്ടായിരിക്കണം. അതായത് ഇത്രയും ടൈം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ ഔട്ടിലേക്ക് എത്താൻ വേണ്ടിയും തോന്നുന്നു. സോ എന്താണ് പരിപാടി നോക്കാം. ഡിസംബർ 6 80കളിലൊക്കെ ഇറങ്ങിയ ടൈപ്പ് പടമല്ലോ, ഒരു റിവെഞ്ച് ഡ്രാമ, ക്യാരക്ടേഴ്സിൻ്റെ മൂഡും അല്ലാതെ അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ പോലെയൊക്കെ. അതെ അതെ. ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പിന്നെ ഈ ഹണി റോസ് ആക്ച്വലി ഒരുപാട് ഇപ്പം കുറച്ചായില്ലേ പടത്തിലൊക്കെ അഭിനയിച്ചിട്ട്. മോൺസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് സ്ക്രീനിൽ മെയിൻ പടമൊന്നും ഇല്ലായിരുന്നു. കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഇനി ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ അറിയത്തില്ല കേട്ടോ, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ട്. ഏതാ? മറ്റേ ബാലയുടെ ഏതോ ഒരു പടത്തില്ലായിരുന്നു. അത് തെലുങ്ക് പടം. അത് മോൺസ്റ്റർ ഉണ്ടല്ലേ? അതെ. മോൺസ്റ്റർ കഴിഞ്ഞിട്ടാണോ മോൺസ്റ്ററിന്റെ മുമ്പാണോ? മോൺസ്റ്റർ കഴിഞ്ഞിട്ട് വീരസിംഹറെഡ്ഡി. വീരസിംഹറെഡ്ഡി അമ്മയായിട്ട്. അത് മോൺസ്റ്ററിന് മുമ്പാണോ? ഓർമ്മയില്ല. എന്തായാലും ഹണി റോസിൻ്റെ ഒരു കമ്പാക്ക് ആയിരിക്കും. അതെ.
കുറേ കാലം ഞാൻ എന്തോ പോസ്റ്ററോ എന്തോ അനൗൺസ്മെന്റ് എന്തോ. അതെ അനൗൺസ്മെന്റ്, ഇതിന്റെ അനൗൺസ്മെന്റ് ടീച്ചർ പോലത്തെ സാധനം ഉണ്ടോ? കുറച്ചുകളായി വന്നിട്ട്. അതെ, അത് വന്നിട്ട് കുറച്ചധികമായി. അനന്ദിനി ബാല ഫീമെയിലാണ്. ഫീമെയിൽ ആണെന്നാണ് തോന്നുന്നത്. അനന്ദിനി ബാല പേര് കേൾക്കുമ്പോൾ ഒരു ഊഹമില്ല. ഫീമെയിൽ ഡയറക്ടറാണെന്നു. അല്ല ബാല ഉള്ളതുകൊണ്ടാ. അത് അച്ഛൻ്റെ പേരായിരിക്കും. അല്ല ബാല എന്ന അങ്ങനെ പേര് ഞാൻ കണ്ടിട്ടുണ്ട് മെയിലിലും. ബാബുരാജും കുറച്ച് നല്ലൊരു പ്രോമിസിങ് റോളായിരുന്നു തോന്നുന്നു. ബാബുരാജും നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാവും തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. അല്ല ഇതിലിപ്പം ഈ പടത്തിനകത്ത് എബ്രിഷ എന്ന് പറഞ്ഞ ഒരാളുള്ളതാണ് നമുക്ക് ഇതിനൊരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതിന് ഒരു വിശ്വാസം. പുള്ളിക്കാരൻ കൈവെക്കുമ്പം അത്യാവശ്യം പുള്ളി കോറൈറ്ററും കൂടെ. അപ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. ഇതിൽ നോക്കാം. ഡിസംബർ 6 പടം റിലീസാണ്.